ഹായ് മക്കളെ, ഷുഹൈബ് സാറാണ്. വെൽക്കം ബാക്ക് ടു ആർക്കെ നെക്സ്റ്റ് ക്ലാസ്സസ്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന വീഡിയോ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മൊത്തം ഹാഫ് ഇയർലി പോർഷനിൽ മാത്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ പഠിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സുകൾ പഠിച്ചാൽ കൃത്യമായി ഫുൾ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം ടോപ്പിക്സ് ആണ്. ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം എക്സാമുകളിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ഫൈനൽ ടച്ച് ഫുൾ പോർഷൻസ് ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു സാർ, ഇന്നെന്ന ഏരിയാസ് ഒക്കെ കവർ ചെയ്തുവോ എന്ന് ഉറപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ലാസ്റ്റ് നിന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ എക്സാമിന്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് എക്സാമിന് വരുന്നത്? അതെ, ഫസ്റ്റ് വൺ നമുക്ക് വരുന്ന ചാപ്റ്റർ കണ്ടിന്യൂറ്റി. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണോ? അല്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന അല്ലെങ്കിൽ ടേം 2 വരുന്ന ആദ്യത്തെ ചാപ്റ്റേഴ്സ്. application of derivatives, integration, application of integration, differential equation, vector algebra and 3D. ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ. എന്നാൽ ഫസ്റ്റ് പാർട്ട് ഒഴിവാക്കണം എന്നാണോ? അല്ല, അതും കൂടി പഠിച്ചാൽ മാത്രമേ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാലും 60ൽ 60 വാങ്ങാൻ ഈ ഒരൊറ്റ സെക്ഷൻ ഡിസ്കസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഏതൊക്കെയാണ് ആ സെക്ഷൻ? സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഏതാണ് ഫസ്റ്റ് വൺ വരുന്നത്? ഏതാണ് നമുക്ക് ഫസ്റ്റ് വൺ? അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ്? വെക്റ്റർ ആൾജിബ്ര. മറ്റൊരു പേരിട്ടല്ലോ ഞാൻ അവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മറ്റൊരു പേര് എന്താ? ജോളീസ് സ്പെഷ്യൽ മസാല. എന്താ ജോളിയുടെ സ്പെഷ്യൽ മസാല? ഡാബ്ക. എന്താണ് ജോളി സ്പെഷ്യൽ മസാല? ആദ്യം തന്നെ വെക്റ്ററിൽ ഏതൊക്കെ പോർഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് ടിക്കിട്ട് പോകണേ. ഫസ്റ്റ് വൺ അഡിഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെയോ സബ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സ്കേലാർ ഡിസ്കസ് ചെയ്യാനുണ്ട് ഉണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഓമന പേരിട്ട് വിളിക്കാം. എന്ത്? ജോളീസ് സ്പെഷ്യൽ മസാല. ആരാ ജോളിയുടെ ജെ? ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ്. മൊത്തം ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പറഞ്ഞ ഭാഗങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന സെക്ഷനാണ് ഇവിടെ വരുന്നത്. ജോളി സ്പെഷ്യൽ മസാലയുടെ ജെ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ്. പിന്നെയോ ആരാണ്? അതിൽ തന്നെ കൊളീനിയർ വേറെ ഭാഗവും ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ കൊസൈൻസ്. DRS and DCS, ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ്. പിന്നെ സ്പെഷ്യൽ മസാലയുടെ എസ് എന്താണ്? സെക്ഷൻ ഫോർമുല. സ്പെഷ്യൽ മസാല എം എന്താ? മിഡ് പോയിന്റ്. സ്പെഷ്യൽ മസാലയിലെ എം മിഡ് പോയിന്റ് ആണ്. പിന്നെ വരുന്നത് ഡാബ്കയിലെ ഡി വരുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എ വരുന്നത് ആംഗിൾ ആണ്. പി വരുന്നത് പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ. സി വരുന്നത് ക്രോസ് പ്രൊഡക്റ്റ്. എ വരുന്നത് ഏരിയ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും കോണ്ടന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുക. ഏത് ചാപ്റ്ററിൽ? വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ്, കൊളീനിയർ, സെക്ഷൻ ഫോർമുലയിൽ ഇന്റേണലി എക്സ്റ്റേണലി മിഡ് പോയിന്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് വരുന്നുണ്ട്, ആംഗിൾ വരുന്നുണ്ട്, പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ ആൻഡ് ക്രോസ് പ്രൊഡക്റ്റും ഏരിയയും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് വരുന്നത്. ഏത് ചാപ്റ്ററിൽ? വെക്ടർ ആൾജിബ്രയിൽ. ഓമന പേര് ഞാൻ ഇട്ടു. എന്താടാ? ജോളി സ്പെഷ്യൽ മസാല. രണ്ടാമത്തെ ചാപ്റ്റർ ലേറ്റ് ആക്കുന്നില്ല. സെക്കൻഡ് ചാപ്റ്റർ. ഏതാ സെക്കൻഡ് ചാപ്റ്റർ? ഡെഡ്. ഡെഡോ? എന്താണ് സാർ ഡെഡ് ഇടാൻ കാരണം? കണ്ടിട്ടുണ്ടാവില്ലേ? ഡെഡ് ഇടാൻ കാരണം എന്താ? 3 ഡയമെൻഷൻ ജോമെട്രി. ഇത്രയും ഈസി ചാപ്റ്റർ ഈ വർഷം വരുന്നില്ല. ഉണ്ടോ? എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം? ഫസ്റ്റ് വൺ ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ കൊസൈൻസ്. വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ അതിലെ കുഞ്ഞു കാര്യം. ആരാ? ലൈൻസ് ആർ പാരലൽ ആൻഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. രണ്ട് രേഖകൾ ലൈൻ പാരലൽ ആയുള്ള പ്രത്യേകത എന്ത്? പെർപെൻഡിക്കുലർ ആയുള്ള പ്രത്യേകത എന്ത്? ഇവ കൃത്യമായി ഡിസ്കസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെയോ ഡെഡിലെ ഇ എന്താണടാ? ഇക്വേഷൻ ഓഫ് എ ലൈൻ. കൃത്യമായി നോട്ട് ചെയ്തു പഠിച്ചു സാർ, ഇത് ഞാൻ റെഡിയാണ്, ഇതൊക്കെ എനിക്ക് വളരെ ഈസിയാണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെയോ ആംഗിൾസിന്റെ ഭാഗം. ലാസ്റ്റ് വൺ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിലെ ഡി ആണ് ഞാൻ ഡെഡിലെ ലാസ്റ്റ് വൺ ഡി ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് പേരുണ്ടാക്കി എന്ന് മാത്രം. ഡി എന്താ? ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ്. രണ്ട് ഭാഗം പാരലൈൻസ് ആയാലെന്ത്, പെർപെൻഡിക്കുലർ ആയാലെന്ത്. സെക്കൻഡ് വൺ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അവിടെയും രണ്ട് നോട്ട്സ്. വെക്ടർ ഫോം, വെക്ടർ ഫോം, കാർട്ടീഷ്യൻ ഫോം. തേർഡ് വൺ ഏതാ? ഇക്വേഷൻ ഓഫ് എ ലൈൻ കഴിഞ്ഞാൽ തേർഡ് വൺ ആംഗിൾ. അവിടെയും രണ്ട് നോട്ട്സ്. ഏതൊക്കെയാ? വെക്ടർ ഫോം ആൻഡ് കാർട്ടീഷ്യൻ ഫോം. ലാസ്റ്റ് വൺ, ഫൈനൽ വൺ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പാരലൽ ആയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്നും ഒറിജിനുമായിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്നും കൂടാതെ ഫൈനൽ ഏത് രണ്ട് ലൈൻസ് സ്ക്യൂ ലൈൻസുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്നും പഠിച്ചിരിക്കണം. ഷുവർ ഏരിയ.
വന്നിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 3D നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെയോ അടുത്ത ചാപ്റ്ററിലേക്ക് നേരെ കടക്കുന്നു. തേർഡ് ചാപ്റ്റർ ഏതാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആഹാ, ഇത്ര ഈസി ചാപ്റ്റർ. എന്താ മറ്റൊരു പേരെന്താ? റിം. റിമ്മിലെ 6 വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും പഠിച്ചിരിക്കുക. എന്താണ് 6? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അളവുകളെ കുറിച്ച് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അതിൽ വരുന്ന ചെറിയ ട്രിക്കി ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെ യൂസ് ചെയ്യണം? ഇംപ്ലിസിറ്റ് ഫോം ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുവോ ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ, വാല്യൂ തരുന്നു കണ്ടെത്തുന്നു, അത്തരം ക്വസ്റ്റ്യൻ ചെയ്തുവോ എന്ന് ഉറപ്പുവരുത്തുക. തേർഡ് വൺ, പ്രോഡക്റ്റ് റൂൾ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഉറപ്പുവരുത്തണം ചെയ്തിട്ടുണ്ട്. ബട്ട് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നെഗ്ലക്ട് ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് വൺ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏതാണ് നെക്സ്റ്റ് വൺ? അതെ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. എന്താണടാ? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഷുവർ ഏരിയ 100% എന്നൊക്കെ പറയുന്ന ഏരിയ ആണ്. അതിൽ എന്തൊക്കെ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ്? രണ്ട് സ്റ്റൈൽ. ഒന്ന് ഷോ ദാറ്റ് ഓർ പ്രൂവ് ദാറ്റ് സ്റ്റൈൽ ക്വസ്റ്റ്യൻസ്. ഒന്നെന്താടാ? ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് സ്റ്റൈൽ ക്വസ്റ്റ്യൻസ്. ബോർഡുമ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ വരുന്നത്? അതെ, ഫൈൻഡ് ഇന്റർവെൽസ്. എന്താണ്? ഫൈൻഡ് ഇന്റർവെൽസ്. ഇന്റർവെൽസ് കാണാൻ ചോദിച്ചിരിക്കും മക്കളെ. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ലൈവിൽ വരുന്നതായിരിക്കും. കട്ടക്ക് കൂടെ നിൽക്കുക, സാർ ഉണ്ടാവും കൂടെ. നിങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഒപ്പം ഷെയ്ബ് സാർ ഉണ്ടാവും കട്ടക്ക് കൂടെ. നമ്മളിത് അടിച്ചിരിക്കും. ആർ യു റെഡി? യെസ്. അടുത്ത ചാപ്റ്ററിൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നു. മാക്സിമ ആൻഡ് മിനിമ. വളരെ സിമ്പിൾ എന്നാൽ പവർഫുൾ. സിമ്പിൾ ആണ്, കാഴ്ചയിൽ വളരെ സിമ്പിൾ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് വരികയും അത്തരം ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, ലൈവ് ഉണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഇന്റഗ്രേഷൻ. ഏതാ ഇന്റഗ്രേഷൻ വരുന്ന മറ്റൊരു പേര്? അതെ സാർ, രാജാവ്. കാൽക്കുലസിലെ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഏതാ? ഇന്റഗ്രേഷൻ. പക്ഷെ സാർ ലെങ്തി ആണ്, കടലോളം പഠിക്കാനുണ്ട്. അതിന് ചെയ്യേണ്ട ട്രിക്ക് കണക്ട് ചെയ്ത് പഠിക്കുക. കൂടാതെ കുറച്ച് ഷോർട്ട് നോട്ട്സ് പഠിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. ടെൻഷൻ ആവേണ്ട, കട്ടൊക്കെ കൂടണ്ട് അതിൽ. എന്നാൽ മൊത്തം ചാപ്റ്റർ നിലക്ക് വേഗം പറഞ്ഞു പോകുന്നു. രണ്ട് കോൺസെപ്റ്റ് പ്രധാനം. ഏതാ? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും പിന്നെയോ ഡെഫിനിറ്റ് ഇന്റഗ്രൽസും. ഫണ്ടമെന്റൽ തിയറം വേറെ ഉണ്ട്, പക്ഷെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് പഠിച്ചാൽ സെയിം സാധനം, ചെറിയൊരു മാറ്റം. ആര്? ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് തന്നെ ആരൊക്കെ വരുന്നുണ്ട് സാർ? ഓരോന്നോരം നോക്കാം. ആദ്യം ഡയറക്റ്റ് സ്പെല്ലിംഗ് ഇത് വന്നു. അതാ ഡയറക്റ്റ് മെത്തേഡ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്. പിന്നെയോ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെയോ വേമയം പറഞ്ഞു പോകാം. ആരാണ്? പർട്ടിക്കുലർ ഫംഗ്ഷൻ. അറിയാമല്ലോ, ടെൻഷൻ ആവണ്ട, പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഈ സെക്ഷനിൽ. ഇല്ലെങ്കിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ, പിന്നെയോ ബൈ പാർട്സ്. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ ഇന്റഗ്രേഷനിലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് കയ്യിലായി. പിന്നെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. എന്താണ് അടുത്ത ഭാഗം? ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. അതിന് മുമ്പ് ചെറിയൊരാൾ. ആരാണ് അയാൾ? അതേ, ഫണ്ടമെന്റൽ തിയറം ഫസ്റ്റ് സെക്കൻഡും. ആ 2 സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും സം പർട്ടിക്കുലർ ഫംഗ്ഷൻസും. ടെൻഷൻ ആവണ്ട, കുറച്ച് ലെങ്തിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ടഫ് ആണ് എന്ന് പറയരുത്. മാല പോലെ പഠിച്ചാൽ ഓരോന്നും കണക്റ്റായി പഠിച്ച് ഉള്ളം കയ്യിലാക്കിയിരിക്കും. നമ്മൾ ഈ വർഷം പിടിച്ചിരിക്കും. അടുത്തയിലേക്ക് കടക്കുന്നു. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസുമായി നേരത്തെ ഡെഡ് പറഞ്ഞ മതി. സാർ ഡെഡ് 3Dയുടെ മറ്റൊരു ഓമന പേര്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ് ഈ വർഷത്തെ മറ്റൊരു വളരെ ഈസി ചാപ്റ്റർ. നിങ്ങൾക്കറിയാം അതിൽ എന്താണ് വരാന്ന്. ലൈൻസിന്റെ ക്വസ്റ്റ്യൻ വരുന്നു സാർ, ഉറപ്പുവരുത്തി, ഞങ്ങൾക്ക് തെറവാണ്. പിന്നെയോ ഏരിയ അണ്ടർ ദി കർവ് ആണല്ലോ. പിന്നെയോ പാരാബോള വരണം. റെഡി അല്ലേ? പാരാബോള കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാണ്? സർക്കിൾ. എന്നാൽ അതിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, എലിപ്സ് ആണ്. ആരാണ്? എലിപ്സും പാരാബോളയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വന്നിരിക്കും 4 മാർക്ക് മിനിമം. പബ്ലിക് എക്സാമിന് 4 മാർക്ക്. ഇവിടെയും 4 മാർക്കോ കൂടുതൽ 6 മാർക്ക് വരെ പ്രതീക്ഷിക്കാം.
ഇത്രയും ഭാഗങ്ങൾ. അടുത്ത ചാപ്റ്റർ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ. ഏതാണ് ആ ചാപ്റ്ററിന്റെ പേര്? DE, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സാറേ ഇമാതിരി ഒരു ഉണ്ട ചാപ്റ്റർ വേറല്ല ആണോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സത്യത്തിൽ ഏറ്റവും ഈസി ചാപ്റ്റർ. എന്തുകൊണ്ട് ഈസി ചാപ്റ്റർ? സാർ അതിന് ഇന്റഗ്രേഷൻ വേണ്ടേ, അതിന് ഡെറിവേറ്റീവ്സ് വേണ്ടേ? വേണമെന്നില്ല. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ സാധനം സെറ്റ് ആയിരിക്കും. ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൽ പ്രധാനമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട ഫസ്റ്റ് പാർട്ട് ആരാ മക്കളെ? അതെ, ഓർഡറും അതുപോലെ തന്നെ ഡിഗ്രിയുമാണ്. അതാ ഓമന പേരെന്താ? OFS. ആരഫസ്റ്റ്? OFS. ഓ എന്താ? ഓർഡർ ആൻഡ് ഡിഗ്രി. ചോദിച്ചിരിക്കും, സംശയമേ വേണ്ട. പിന്നെയോ F. അതിനു മുമ്പ് ചെറിയൊരു വാക്ക് ഞാൻ കൊടുത്തു. എന്താണ് ആ വാക്ക്? വെരിഫൈ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സാമിന് പ്രതീക്ഷിക്കണം. നൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. എയും ബിയും ഒക്കെ ഉള്ള സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് മറക്കരുതേ. മൂന്നാമത്തെ സ്റ്റൈൽ ഫോർമേഷൻ. F എന്താ? ഫോർമേഷൻ. കൃത്യമായി മാറ്റുക. ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ടൈം ഡെറിവേഷൻ, രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് 2 ടൈം ഡെറിവേഷൻ പോലത്തെ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എക്സാം ഹാളിൽ പോവുക. തേർഡ് വൺ ആരാ? തേർഡ് വൺ പറഞ്ഞോളൂ. സൊല്യൂഷൻസ്. 3 സ്റ്റൈൽ സൊല്യൂഷൻസ്. ഉറപ്പിച്ചോ ബോർഡ് എക്സാമിന് വരും. ഉറപ്പിച്ചോ ബോർഡ് എക്സാമിന് വരും. അതെന്താ സാർ അങ്ങനെ വരാൻ കാരണം? അതെ, ഫസ്റ്റ് വൺ VS അച്യുതാനന്ദനാണോ? അല്ല, വേരിയബിൾ സെപ്പറബിൾ ഫോം. ആരാ? വേരിയബിൾ സെപ്പറബിൾ ഫോം. VS വന്നിരിക്കും. അല്ലെങ്കിലോ ലീനിയർ വന്നിരിക്കും. ആരാടാ? ലീനിയർ വന്നിരിക്കും. 2 ഷുവറാ. പിന്നെയോ നൈസായിട്ട് ഒളിച്ചു കയറുന്ന മറ്റൊരാൾ ആരാ? ഹോമോജീനിയസ്. ആരാ? ഹോമോജീനിയസ്. 3 കാര്യങ്ങൾ. ഒന്ന് വേരിയബിൾ സെപ്പറബിൾ ഫോം, സെക്കൻഡ് വൺ ലീനിയർ, തേർഡ് വൺ ഹോമോജീനിയസ്. ഈ 3 പഠിച്ചാൽ ആ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഹാഫ് ഏർലി പോർഷൻസ് കവർ ചെയ്യാൻ വലിയ പാടൊന്നും വേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സിലെ മുഴുവൻ ഭാഗങ്ങളും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സാർ ഞങ്ങൾക്ക് ഇത് അറിയില്ല സാർ എന്നാണെങ്കിൽ ടെൻഷൻ ആവണ്ട. ലൈവിലൂടെ വന്ന് കൃത്യമായി മുഴുവൻ ഉത്തരങ്ങളും മുഴുവൻ കോൺസെപ്റ്റും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരും. നിങ്ങൾ തയ്യാറെങ്കിൽ ആർ യു റെഡി?